والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്താണ് ഓതി കേൾപ്പിച്ചത്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ ചില നിയമങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. ഒന്നാമതായി ദീർഘമാണ്. ബിആയാതിനാ ഉലൈക. ആ രണ്ട് സ്ഥലങ്ങളിലും 4-5 ഖദ്ർ ദീർഘിപ്പിക്കേണ്ടതാണ്. അസ്ഹാബുന്നാരി, അവിടെ നൂനിന്റെ മേലെ ശദ്ദുണ്ട്, 2 ഖദ്ർ മണിക്കേണ്ടതാണ്. ഹും ഫീഹ, അവിടെ മീമിന്റെ ശബ്ദം വെളിപ്പെടുത്തിക്കൊണ്ട് മണിക്കാതെയാണ് ഓതേണ്ടത്. ഒന്നുകൂടി നമുക്ക് ഈ ആയത്ത് പൂർണ്ണമായും കേൾക്കാം. والذين كفروا وكذبوا بآياتنا أولئك أصحاب النار هم فيها خالدون. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്തിന്റെ പഠനത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. വല്ലദീന കഫറു വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ ഹും ഫീഹാ ഖാലിദൂൻ. ഇവിടെ ഈ ആയത്തിൽ പരാമർശിച്ചിട്ടുള്ള വാക്കാർത്ഥങ്ങൾ വല്ലദീന, യാതൊരുവർ, കഫറു, അവർ അവിശ്വസിച്ചു, വകദ്ദബു, അവർ കളവാക്കുകയും ചെയ്തു, ബിആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, ഉലൈക, അക്കൂട്ടർ, അവർ, അസ്ഹാബുന്നാർ, നരകത്തിന്റെ ആൾക്കാരാകുന്നു, ഹും ഫീഹ, അവർ അതിൽ ഖാലിദൂൻ, സ്ഥിരവാസികളായിരിക്കും. അപ്പോൾ സഹോദരങ്ങളെ, ഈ വാക്കാർത്ഥങ്ങൾ ചേർത്ത് കഴിഞ്ഞാൽ ഈ ആയത്തിന്റെ അർത്ഥം, അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവരാരോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു, അവരതിൽ നിത്യവാസികളായിരിക്കും എന്നാണ്. ഇവിടെ ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്, പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയുമൊക്കെ അള്ളാഹുവിന്റെ സന്ദേശങ്ങൾ മനുഷ്യർക്ക് ആ പ്രവാചകന്മാരും അല്ലെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് എത്തിച്ചു കൊടുത്തിട്ട്, അള്ളാഹുവിൽ നിന്നുള്ള പല ദൃഷ്ടാന്തങ്ങളും മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട്, ഭൂരിപക്ഷം വരുന്ന മനുഷ്യരും അതൊന്നും പരിഗണിക്കാതെ ഈ ഭൂമിയിൽ തന്റെ ദേഹേച്ഛ പ്രകാരം ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൽ നിന്ന് മനുഷ്യന് ആവശ്യമായ ഉപദേശങ്ങൾ അള്ളാഹു തന്നെ അവന്റെ പ്രവാചകന്മാരിലൂടെ നൽകിയിട്ട് മനുഷ്യൻ ആ മാർഗദർശനങ്ങൾ സ്വീകരിക്കാതെ അതെല്ലാം കളവാക്കുകയും ഇനി മരണാനന്തരം ഒരു ജീവിതം വരാനുണ്ട് എന്ന ഒരു ചിന്ത പോലും ഇല്ലാതെ തീർത്തും അശ്രദ്ധമായി ഒന്നും കാണാത്ത അന്ധന്മാരെ പോലെ ജീവിക്കുന്ന ആളുകളായി മാറിയിരിക്കുകയാണ്. ഇതാണ് സഹോദരങ്ങളെ ബുദ്ധി കൊടുത്ത് ചിന്തിക്കാത്ത ആളുകളുടെ പൊതുവിലുള്ള ഒരു സ്വഭാവമായിക്കൊണ്ട് പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത്. ഇങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമൻ അഅറദ അൻ ദിക്രി, എന്റെ ഉത്ബോധനത്തെ വിട്ട് വല്ലവനും തിരിഞ്ഞു കളയുന്ന പക്ഷം ഫഇന്ന ലഹു മഈശതൻ വൻകാ, തീർച്ചയായും അവന് ഇടുങ്ങിയ ഒരു ജീവിതമാണ് ഉണ്ടായിരിക്കുക. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മാ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ അവനെ നാം അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവരുന്നതാണ്. ഖാല റബ്ബി ലിമ ഹശർതനി അഅ്മാ, അവൻ പറയും, എന്റെ രക്ഷിതാവേ, നീ എന്തിനാണ് എന്നെ അന്ധനായ നിലയിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടുവന്നത് എന്ന്. വഖദ് കുന്തു ബസീറ, ഞാൻ കാഴ്ചയുള്ളവനായിരുന്നല്ലോ എന്ന് അള്ളാഹുവോട് പറയുമെന്ന സഹോദരങ്ങളെ ഖുർആൻ വ്യക്തമാക്കുന്നത്. ആ സമയം അള്ളാഹു അവരോട് പറയുമെന്നാണ്, അങ്ങനെ തന്നെയാകുന്നു നിന്റെ അവസ്ഥ. നിനക്ക് നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ വന്നെത്തുകയുണ്ടായില്ലേ, അന്ന് നീ അത് മറന്നു കളഞ്ഞില്ലേ, അതുപോലെ ഇന്ന് നീയും ഇതാ ഇവിടെ വിസ്മരിക്കപ്പെടുകയാണ്. എന്നിട്ട് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത് എന്താണെന്നോ, അതിര് കവിയുകയും തന്റെ രക്ഷിതാവിന്റെ ദൃഷ്ടാന്തങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്തവർക്ക് അപ്രകാരമാണ് നാം പ്രതിഫലം നൽകുന്നത്. പരലോകത്തെ ശിക്ഷ കൂടുതൽ കഠിനമായതും നിലനിൽക്കുന്നതും തന്നെയാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുക. സൂറത്തു ത്വാഹയിലെ 124 മുതൽ 127 വരെയുള്ള ആയത്തുകളിൽ നമുക്കിത് കാണാൻ കഴിയും.
കുല്ലമാ ഉൽഖിയ ഫീഹാ ഫൗജുൻ സഅലഹും ഖസനതുഹാ അലം യഅതികും നദീർ. ആ നരകത്തിൽ ഓരോ സംഘവും എറിയപ്പെടുമ്പോഴൊക്കെ അതിന്റെ കാവൽക്കാർ അവരോട് ചോദിക്കും, നിങ്ങളുടെ അടുത്ത് ഒരു മുന്നറിയിപ്പുകാരൻ വന്നിരുന്നില്ലേ എന്ന്. ഖാലു ബലാ ഖദ് ജാഅനാ നദീറുൻ ഫകദ്ദബ്നാ വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. അവർ പറയുമെന്നാണ്, അതെ, ഞങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിരുന്നു, അപ്പോൾ ഞങ്ങൾ നിഷേധിച്ചു തള്ളുകയും അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വലിയ വഴികേടിൽ തന്നെയാകുന്നു എന്ന് ഞങ്ങൾ പറയുകയുമാണ് ചെയ്തത് എന്ന് ആ നരകത്തിലേക്ക് എറിയപ്പെടുന്ന സമയത്ത് ആ സത്യനിഷേധികൾ പറയുമെന്ന് ആ ഖുർആൻ പറയുന്നത്. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ ജ്വലിക്കുന്ന ഈ നരകാഗ്നിയുടെ അവകാശികളുടെ കൂട്ടത്തിലാകുമായിരുന്നില്ല എന്ന് അവർ പറയുമെന്നാണ്. ഫഅ്തറഫൂ ബിദംബിഹിം ഫസുഹ്കൻ ലിഅസ്ഹാബിസ് സഈർ. അങ്ങനെ അവർ തങ്ങളുടെ കുറ്റമേറ്റു പറയും, അപ്പോൾ നരകാഗ്നിയുടെ ആൾക്കാർക്ക് ശാപമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുൽക്കിലെ 8 മുതൽ 11 വരെയുള്ള ആയത്തുകളിലൂടെ നമ്മെ അറിയിക്കുകയാണ് സഹോദരങ്ങളെ. ഇതാണ് സഹോദരങ്ങളെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത അള്ളാഹുവിൽ നിന്നുള്ള ഹുദ, ആ മാർഗദർശനം, അത് കളവാക്കുന്നവരുടെ അവസ്ഥ, അത് പരിഗണിക്കാതിരിക്കുന്നവരുടെ അവസ്ഥ, അതാണ് ഇന്ന് നമ്മൾ പഠിക്കുന്ന ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വല്ലദീന കഫറൂ വകദ്ദബൂ ബിആയാതിനാ ഉലൈക അസ്ഹാബുൻ നാർ. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കളവാക്കുകയും ചെയ്തവരാരാണോ അക്കൂട്ടർ നരകത്തിന്റെ ആൾക്കാരാകുന്നു എന്നാണ് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത്. അവർ നരകത്തിന്റെ ആൾക്കാരാകുന്നു. ഹും ഫീഹാ ഖാലിദൂൻ. അവരതിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് സഹോദരങ്ങളെ അള്ളാഹു പറയുന്നത്. ആ നരകം അതിനൊരിക്കലും നാശമുണ്ടാവുകയില്ല. അത് അനശ്വരതയുടെ ഭവനമാണ് സഹോദരങ്ങളെ. അള്ളാഹു ആ നരകത്തിന് പേര് വെച്ചത് തന്നെ ദാറുൽ ഖുൽദ് എന്നാണ്, ശാശ്വത ഭവനം എന്നാണ് സഹോദരങ്ങളെ ദാറുൽ ഖുൽദ് എന്നതിന്റെ അർത്ഥം. അവിടെ പ്രവേശിക്കുന്ന ആളുകളെ കുറിച്ച് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മൻ ലഖിയല്ലാഹു ലാ യുശ്രികു ബിഹി ശൈഅ ദഖലൽ ജന്ന. അല്ലാഹുവിൽ ഒന്നിനെയും പങ്കു ചേർക്കാതെ അവനെ മരണാനന്തരം കണ്ടുമുട്ടുന്നവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. വമൻ ലഖിയഹു യുശ്രികു ബിഹി ശൈഅ ദഖലൻ നാർ. അവനിൽ വല്ലതിനെയും പങ്കു ചേർത്തുകൊണ്ട് മരണാനന്തരം കണ്ടുമുട്ടിയവൻ നരകത്തിൽ പ്രവേശിച്ചിരിക്കുന്നു എന്ന് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആ നരകത്തിൽ പ്രവേശിക്കപ്പെട്ട ആളുകളിൽ അള്ളാഹുവിൽ പങ്കു ചേർക്കാത്ത ആളുകളുണ്ട് എങ്കിൽ, അതായത് ശിർക്ക് ചെയ്യാത്ത ആളുകൾ ആ നരകത്തിൽ പ്രവേശിച്ചിട്ടുണ്ട് എങ്കിൽ അവർ മാത്രമാണ് സഹോദരങ്ങളെ അവർ ചെയ്ത അവരുടെ പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞ്, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മഹത്തായ കാരുണ്യം കൊണ്ട് ആ നരകത്തിൽ നിന്ന് പുറത്തു കടക്കുകയുള്ളൂ എന്ന് ഇസ്ലാമിക പ്രമാണങ്ങൾ പഠിപ്പിച്ചു തരികയാണ്. എന്നാൽ മുശ്രിക്കുകളും സത്യനിഷേധികളുമായ ആളുകൾ അവർ ആ നരകത്തിൽ നിത്യവാസികളായിരിക്കുമെന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിക്കുന്നത്. അതാണ് ഹും ഫീഹാ ഖാലിദൂൻ. അവരതിൽ നിത്യവാസികളായിരിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഇതാണ് സഹോദരങ്ങളെ സൂറത്തുൽ ബഖറയിലെ 39-ാമത്തെ ആയത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ.